നല്ല കാര്യങ്ങളല്ലേ ഇൻഫ്ലുവൻസ് ആയിട്ട് എടുക്കേണ്ടത്. മറ്റേത് എന്ന് പറയുന്നത് നമ്മള് ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ നമ്മള്. അത് എന്താ പറയാ, ഇൻഫ്ലുവൻസ് അല്ല, അതൊരു പരിപാടി കണ്ടിട്ട് നമ്മൾ അതിന്റെ തലയിൽ വെക്കണം. നമ്മളിത് ചൂസിങ് ടു കീപ് ഇറ്റ് ഓൺ സിനിമയുടെ തലയിൽ വെക്കാൻ വേണ്ടിയാണ്. അല്ലാണ്ട് എനിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം, എന്താണ് നമ്മുടെ നമ്മുടെ ചുറ്റുവട്ടത്ത് വളരെ അലമ്പായിട്ടുള്ള സിനിമയിലും സ്ട്രേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതുള്ളതാണ്. അപ്പൊ എങ്ങനെയാ നമ്മള് ഇല്ലാത്തൊരു ബോക്സിനകത്ത് നിന്ന് വെറുതെ ആൾക്കാരെ നിർത്തി ഷൂട്ട് ചെയ്തുണ്ടാക്കുന്ന സിനിമനെ ഇത് കണ്ടിട്ടാണ് ആൾക്കാർ ചീത്തയാണെന്ന് പറയുന്നത്? അത് അങ്ങനെയൊന്നും ആൾക്കാർ വിശ്വസിക്കുന്നില്ലെന്നാണ് കേട്ടോ എൻ്റെ വിശ്വാസം. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ അത്യാവശ്യം സെൻസിബിൾ ആണ്. ഐ ഡോണ്ട് റിയലി ബിലീവ് ഓക്കെ ആ സിനിമ കണ്ടിട്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞാൽ നോ. ചെറിയ കുട്ടികൾക്ക് കാണിക്കാൻ പാടില്ലാത്ത വയലൻസും അതിൻ്റെയൊക്കെ റൂൾസ് ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതിന് സർട്ടിഫിക്കറ്റ്, യു സർട്ടിഫിക്കേഷൻ, എ സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ളതാണ്. അങ്ങനത്തെ പടങ്ങളാണെല്ലാം ഇറങ്ങുന്നത്. നമ്മൾ ഇത് കാണുന്ന ഇന്റർനെറ്റിലെ എല്ലായിടത്തും അതുപോലെ തന്നെയാണ്, എല്ലാ ഡിവിഷൻസും ഉള്ളത്. അതൊക്കെ ഓൾറെഡി നല്ല ഡിവിഷനിൽ നടക്കുന്നുണ്ട് കാര്യങ്ങൾ. ആൾക്കാർ അത്യാവശ്യം ഡിസേൺമെന്റിലാണ് കാണുന്നത്. ഒരു ഡയറക്റ്റ് കോറിലേഷൻ, എന്താ പറയാ, ഇൻസ്പിറേഷന്റെ ഭാഗമായിട്ട് മാത്രമാണല്ലോ. ഐ ഡോണ്ട് റിയലി തിങ്ക് ഇത് കണ്ടിട്ട് അങ്ങനെ അത് ആർക്കും ചെയ്യാം. അത് എന്താ പറയാ, ഏതൊരു മനുഷ്യനും ചെയ്യാം. അതിന്റെ നല്ലത് മാത്രം എടുക്കാന്നുള്ളതാണ്.